കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആൾക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. സെയിം നമ്പറിലേക്ക് അത് ഗൂഗിൾ പേ ചെയ്യുക. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണുവാനായിട്ട് തൊട്ട് താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തെങ്കിലും ടെക്നിക്കൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. കൂടാതെ പ്ലേലിസ്റ്റിലുള്ള മറ്റു വീഡിയോസും കാണുവാനായിട്ട് ആവശ്യപ്പെടുന്നു. നിയമത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാകുവാനും വീഡിയോസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ആയിട്ടാണ് നമ്മളത് ചെയ്യുവാനായിട്ട് പോകുന്നത്. എല്ലാ മതസ്ഥർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ. സോ പോയിന്റുകൾ വിട്ടു പോകാതിരിക്കുവാനായിട്ട് ഞാനതൊരു ഡ്രാഫ്റ്റായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡ്രാഫ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. താഴെ അതിൻ്റെ ഇംഗ്ലീഷിലുള്ള സബ് ടൈറ്റിൽസും കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഞാൻ ആദ്യം പറയാം, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എ മ്യൂച്വൽ ഓർ അൺകോണ്ടസ്റ്റഡ് ഡിവോഴ്സ് ഈസ് എ ലീഗൽ പ്രോസസ് where both spouses agree to end their marriage amicably and work together to resolve important issues such as child custody, property division, and spousal support. Unlike contested divorce, mutual divorce does not involve lengthy court battles, making it quicker and cost effective എന്നാണ് മ്യൂച്വൽ ഡിവോഴ്സിന് നമ്മുടെ നിയമത്തിൽ പറയുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവം? പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു വിവാഹ മോചനം എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീഗൽ പ്രോസസ്സാണ്, ഒരു നിയമ നടപടിയാണ്. ഈ നിയമ നടപടിയിൽ രണ്ട് വ്യക്തികളും ഭാര്യയും ഭർത്താവും ഒരേപോലെ സമ്മതിക്കുകയും അങ്ങനെയുള്ള അവരുടെ പരസ്പര സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വൈവാഹിക ബന്ധം അല്ലെങ്കിൽ വിവാഹ ജീവിതം അവസാനിപ്പിക്കുക, നല്ല രീതിയിൽ അവസാനിപ്പിച്ച് ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോവുക, ഫ്രണ്ട്സാവാം അല്ലാതെയും പോകാം, അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രധാനമായി പരിഹരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ്? കുട്ടികളുടെ കസ്റ്റഡി, അതുപോലെ തന്നെ സമ്പത്ത്, നമ്മുടെ പണം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്തിൻ്റെ വിഭജനം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പങ്കാളി ഫിനാൻഷ്യലി മെൻ്റലി ഫിസിക്കലി വീക്കാണെന്നുണ്ടെങ്കിൽ അവരെ റീമാരേജ് കഴിയുന്നത് വരെ അല്ലെങ്കിൽ അവരുടെ മരണം വരെ അവരെ സപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിക്ക് പുറത്ത് വെച്ചിട്ട് ഭാര്യയും ഭർത്താവും കുട്ടികളും തമ്മിൽ ഒരു പരസ്പര ധാരണയിൽ എത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം, വിവാഹമോചനം വേണം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് കിട്ടുന്ന ഒരു പരിപാടിയാണത്. പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചനം അല്ലെങ്കിൽ മ്യൂച്വൽ ഡിവോഴ്സ് അല്ലെങ്കിൽ അൺകോണ്ടസ്റ്റഡ് ഡിവോഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരസ്പര സമ്മതപ്രകാരമുള്ള ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് നടന്നിട്ടുള്ളൊരു കേസ് ആയതുകൊണ്ട് തന്നെ കോണ്ടസ്റ്റഡ് ഡിവോഴ്സ് പോലെയുള്ള ഒരു വലിയ ലെങ്തി പ്രോസസ്സ് അല്ലെങ്കിൽ വർഷങ്ങൾ എടുക്കുന്ന ഒരു അവസ്ഥ ഈ മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ കേസുകളിൽ സംഭവിക്കുന്നില്ല. പെട്ടെന്ന് അവസാനിപ്പിക്കാം, അധികം പണച്ചെലവില്ലാതെ തന്നെ ഒരു സിംഗിൾ വക്കീലിനെ വെച്ചുകൊണ്ട്, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു സിംഗിൾ വക്കീലിനെ മാത്രം വെച്ചുകൊണ്ട് ഈ ഒരു ഡിവോഴ്സ് നമുക്ക് ഗ്രാൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കിട്ടിയില്ലേ? ഇനി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഡിവോഴ്സിലെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതായത് എങ്ങനെയാണ് നമുക്കൊരു മ്യൂച്വൽ ഡിവോഴ്സ് കോടതിയിൽ നിന്നും കിട്ടുന്നത് വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതാണിത് മ്യൂച്വൽ ഡിവോഴ്സ് പ്രോസസ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയില്ലേ? അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ് കൺസൾട്ടേഷൻ. അപ്പോൾ എന്താണ് കൺസൾട്ടേഷൻ എന്നുള്ളത് നോക്കാം. The first step is for both spouses to meet with their respective lawyers to discuss their decision to seek a mutual divorce. During this consultation, our experienced lawyers will explain the legal implications, rights, and responsibilities involved in the mutual divorce process. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു വക്കീലിനെ പോയിട്ട് കാണാം, വക്കീലിനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാം. ഞങ്ങൾ മ്യൂച്വലി പിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വക്കീൽ എന്ത് ചെയ്യും? അതിന് വേണ്ടി വരുന്ന ഫീസ് എത്രയാണ്,
അതിൽ വരുന്ന നിയമ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, അഗ്രിമെൻ്റ് നമ്മൾ എങ്ങനെ തയ്യാറാക്കണം, ഏത് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്, കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയിട്ടുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ച് നമ്മുടെ വക്കീൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. തികച്ചും സൗഹാർദ്ദപ്രദമായിട്ടുള്ള ഒരു സംഭാഷണമായിരിക്കും ഈ വക്കീലിനെ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളെല്ലാം സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഡ്രാഫ്റ്റിംഗ് ദി ഡിവോഴ്സ് പെറ്റീഷൻ. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു അല്ലേ, ഇനി നമുക്ക് എന്ത് സംഭവിക്കണം, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കടലാസിലേക്ക് പകർത്തണം. അതാണ് ഡ്രാഫ്റ്റിംഗ് ദി ഡിവോഴ്സ് പെറ്റീഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് once both spouses have decided to proceed with the mutual divorce, the skilled lawyers, in collaboration with the couple, will draft a joint divorce petition. This petition will contain essential details about the marriage, the reasons for seeking a divorce, and settlement terms concerning alimony, child custody, and property division. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് സംസാരിച്ച് ഉറപ്പിച്ച എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, നമുക്കൊരു പേപ്പറിലേക്ക് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലേ. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനായിട്ട് രണ്ടാളെയും വെച്ചുകൊണ്ട് വക്കീൽ സംസാരിച്ച് അതൊന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ്, സെറ്റിൽമെൻറ്റിൻ്റെ ടേംസാണ്, അഗ്രിമെൻ്റ് ടേംസാണ്. അതായത് അലിമണി, ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എത്ര അലിമണി കൊടുക്കണം, കുട്ടികളുടെ കസ്റ്റഡി എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്,